ഈ ഒന്നാം കേരള സ്റ്റോറി ഞാൻ കണ്ടതാണ്. നാലാംകട ചവർ പടം എന്തെങ്കിലും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. അതിന് സിനിമാറ്റോഗ്രാഫി അങ്ങേയറ്റം വഷള് സാധനം, ഈ ഡയലോഗ് അങ്ങേയറ്റം വഷള്. ഒരു നാലാംകട ചവർ പടം, ആ പടത്തിന് കേന്ദ്ര പുരസ്കാരം കിട്ടി പോട്ടെ. ആ പടത്തിനടക്കം താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്തു. ദോ വരുന്നു കേരള സ്റ്റോറി എന്ന് താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്താണ്. അപ്പൊ രണ്ടാം കേരള സ്റ്റോറിക്കും ആ ദോ വരുന്നു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ ഷാബു? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവിടെ ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഹാഷ്മി. ഇറങ്ങാത്ത ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിരോധിക്കുകയൊന്നും അല്ല വേണ്ടത്. ഇറങ്ങട്ടെ, നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ വിലയിരുത്തട്ടെ. ഇഷ്ടമുള്ളവർ നല്ലത് പറയട്ടെ, അല്ലാത്തവർ പറയട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ ഇത്. നമ്മളിവിടെ ഈ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നടന്നിട്ട് നമ്മളെന്തിനാണിത്? അത് വരട്ടെന്നേ, സൗകര്യമുള്ളവർ കാണട്ടെ. പിന്നെ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു പ്രൊപ്പഗാൻഡ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, ഒരു പ്രൊപ്പഗാൻഡ ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതെന്നൊന്നും അല്ല നമ്മുടെ സെക്യുലർ ഫാബ്രിക് എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ്, എത്ര സില്ലി ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കാണുന്നത്. അങ്ങനെയാണോ? നമ്മുടെ കേരളം ചിരിച്ചുള്ളൂ. സോഷ്യൽ മീഡിയയിലെ മീം അല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലെ മീം കണ്ടാ അറിയാം, നമ്മൾ ചിരിച്ചുള്ളൂ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്ത് കേരളം ഒരു മഹാഭീകര സംസ്ഥാനമാണ്. കേരളത്തിനകത്തൊരു ചുക്ക് സംഭവിക്കില്ലെന്ന് ഒരു തർക്കവുമില്ല, ആൾക്കാർ ചിരിച്ചുള്ളൂ. കേരളത്തിന് പുറത്ത് കേരളം ഒരു ഭീകര സംസ്ഥാനമാണ്. അത് തിന്മയുടെ ഈ പറഞ്ഞ പോയിന്റാണ്. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. തൂ ലോക് പാകിസ്ഥാനി ഹേ എന്ന് ഒരാൾ പറഞ്ഞ് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ നടത്തിയ കള്ള പ്രൊപ്പഗൻഡയുടെ ആഫ്റ്റർ എഫക്റ്റാ, പച്ചക്കള്ളം പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ 100 കോടി 136 കോടി ജനങ്ങളും ബാക്കിയുള്ളത് മുഴുവനും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന മതേതരത്വം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്, ഭീകരന്മാരാണ്, ഭീകര ചിന്താഗതിക്കാരാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ എന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഒരു സിനിമയല്ല, ഒരു കേരള സ്റ്റോറിയാണോ? ഒന്നാം കേരള സ്റ്റോറിയാണോ? രണ്ടാം കേരള സ്റ്റോറിയാണോ? ഇവിടെ കർണാടകത്തിൽ വന്ന് ദോ നോക്കൂ കേരളം അതുപോലെ ആവാതെ ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? 80-20 എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെ പറഞ്ഞു ഇവിടെ സംഘ നേതാക്കൾ ഈ കേരളത്തെ തിന്മയുടെ സംസ്ഥാനമായി കാണിക്കാൻ. ഷാബു, വെറുപ്പത്തിലാണ് കേരളത്തോട് ഇത്രയും. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. പറയുന്നത് കേൾക്കൂ. അടങ്ങ്. അതായത് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഹാഷ്മിയുടെ ഇൻട്രോയിലടക്കം നിങ്ങളുടെ ഇവിടുത്തെ ചാനലിൽ, ഇവിടെ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ദാ കണ്ടില്ലേ ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനം, അതാണ് ഇതാണ്, അത് ഭീകര ഭരണമാണ് എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറില്ലേ? ഈ അവകാശം വായിലെ നാവ് നിങ്ങൾക്ക് മാത്രമല്ല ഹാഷ്മി. എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരം, ബാക്കിയുള്ളതെല്ലാം നിങ്ങളടക്കം ഹാഷ്മിയുടെ ഈ നിങ്ങളുടെ ഈ 24ന്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഭീകര സംസ്ഥാനമാണെന്ന് പറഞ്ഞ ഒറ്റ വിഷയം ചൂണ്ടി കാണിക്കാവോ? നിങ്ങളുടെ ആർക്കൈവ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അവിടെ പറയുന്നത് ഗുജറാത്ത് ഭീകര ഭരണമാണ്, അവിടെ മരണത്തിന്റെ വ്യാപാരിയാണ്, അത് വ്യാപാരികളാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ വളരെ ശക്തമായ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് ഹാഷ്മി. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാവടക്കം ക്രൈസ്തവർക്കെതിരെ കാട്ടിക്കൂട്ടിയ പേ ആക്രമണങ്ങൾ വ്യാജമാണോ? അത് വാർത്തയാക്കും. അതുപോലെയാണ് ഈ കള്ളം പറയൽ, പ്രൊപ്പഗൻഡ പറയൽ. ഒരാദിവാസിയെ ഭക്ഷണത്തിന്റെ പേരിൽ, ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആദിവാസിയെ തല്ലിക്കൊന്ന ഈ കേരളം ആദിവാസി വിരുദ്ധമാണോ? ആണോ? അങ്ങനെ എത്ര ക്രൈംസ് കേരളത്തിൽ നടക്കുന്നു? എത്ര ക്രൈമുകൾ കേരളത്തിൽ നടക്കുന്നു? ഇവിടെ അമ്പലക്കൊള്ള നടക്കുന്നു. അല്ലല്ല ഷാബു, ഇല്ല ഷാബു, താങ്കൾ പറയാൻ ഇത് മൊത്തം വ്യാജ വാർത്തയാണ്. ഒറ്റ വ്യാജ വാർത്ത പറ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മോശമാണ് ചിത്രീകരിക്കാൻ പറഞ്ഞ ഒരൊറ്റ വ്യാജ വാർത്ത പറ. ഈ കേരള സ്റ്റോറി കള്ളക്കഥ പോലെ. അങ്ങനെ അത് തന്നെ പറഞ്ഞ വാർത്തയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. വാർത്തയെ വളച്ചൊടിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച് ഒരു വാർത്ത പറയൂ ഷാബു. വക്രീകരിച്ച് പ്രചരണം നടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇതൊക്കെ പറയുവാ. ഈ നാട്ടിൽ സിനിമ എടുക്കാനും
അതിനെ ഒരു ഫീച്ചർ സിനിമ എടുക്കാനും അതിൻ്റെ അകത്ത് ഭാവനകൾ കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നല്ലോ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഈ കേരളത്തിൽ വന്നു. ഇതേപോലെ തന്നെ എല്ലാവരും പുരോഗമന സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളെ മുഴുവനും ഇതുപോലുള്ള അനാചാരങ്ങളുടെ ഒരു കൂടാരമാണ് എന്ന പ്രൊപ്പഗാൻഡ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. 1-2 കൊല്ലമായിട്ടുള്ളൂ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. കാശ്മീർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാണം ഉണ്ടോടാ നിനക്ക്? കയ്യും കാലും പിടിച്ച് അണ്ണാക്കിലെ പുസ്തകത്തിൽ കൊടുക്കാനാണ് എന്നൊക്കെയുള്ള പച്ചക്കള്ളം അങ്ങേക്ക് പോലും ദഹിക്കും. ഷാഹു പ്രസാദ് ഇപ്പോ ഒന്നാം കേരള സ്റ്റോറി വലിയ ഗംഭീര സിനിമയാണ്, കാണണമെന്ന് പറഞ്ഞ് ഇട്ട് അങ്ങിടുവോ? ഈ സിനിമയ്ക്ക് ഇടുവോ? ഇല്ല, അങ്ങേക്ക് പോലും ദഹിക്കില്ല. ഹാഷ്മി ഇതൊരു ഫീച്ചർ സിനിമയാണ്, ഡോക്യുമെന്ററി അല്ല. കല എന്നാൽ അത് കള്ളമാണ്. കലയ്ക്കകത്ത് ഭാവനയുണ്ടാകും, പല അസംഷൻസ് ഉണ്ടാകും, ഈ പറഞ്ഞ പോലെ ആശയങ്ങളെല്ലാം ഉണ്ടാകും. ഇതിനെ കലയെന്ന് വിളിക്കല്ലേ? ഇത് സത്യത്തിന്റെ കൊലയാണ്. ശരി, ഇത് കലയെന്ന് വിളിക്കല്ലേ? ഇത് സത്യത്തിന്റെ കൊലയാണ്. അത് ഹാഷ്മി, അത് ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാനല്ലേ ഹാഷ്മി തീരുമാനിക്കും. അല്ല, ഞാൻ പറയാണ് അത് കലയും ഒന്നുമല്ല, അത് കൊലയാണ്. ഏതത് സത്യത്തിന്റെ കൊല. ഓക്കെ ശ്രീ ബസന്ത്. ഞാനെന്തത് വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, മഹാബലിക്കൊരു കത്ത് എന്നാണ് ആ കവിതയുടെ പേര്. അന്ന് ചമതയും പൂണൂലുമായി വന്നു മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു ഞാനിരുന്ന് ഉഷ്ണിച്ചു കത്തി ജ്വലിച്ചുപോയി കണ്ണുകൾ. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പ്രൊപ്പഗാൻഡയല്ലേ? എന്റെ പൊന്നു ഷാഹു പ്രസാദ്, നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും നാലാംകിട ചവറെടുത്ത് നടക്കുന്ന ഈ പ്രൊപ്പണ്ട ഉണ്ടാക്കുന്ന കാമാക്കിനെയും കേരളത്തിൽ സ്വന്തം വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? അയ്യേ, ഞാനതല്ല പറഞ്ഞ പടം വരട്ടെ, പടം വരട്ടെ. ഈ കേരള സ്റ്റോറി എന്ന പേരിടാൻ കേരള സ്റ്റോറി എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളതുകൊണ്ടിട്ടു. അങ്ങനെ ഇടാൻ പറ്റാതെ അങ്ങനെ ഈ നാടിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് അതിന് നാടിനെ പേരിടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് കേരളം തീരുമാനിക്കും. അത് കേരളം നമുക്ക് തീരുമാനിക്കുന്നേ. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? കേരളം എന്ത് പേരിടണമെന്ന് കോടതി പോയി. ഓക്കെ, ഒരാൾ കോടതി പോയി, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. കോടതി പോയി സാറേ, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ, കോടതി പോയി, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. വിട്ടേക്ക്. ഓക്കെ. എന്നേക്കാൾ സ്മാർട്ടാണെന്നാണ് നിന്റെ വിചാരം? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.